കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസന സാധ്യതയും നിക്ഷേപ സാധ്യതയുമുള്ള മേഖലയാണല്ലോ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി. ഈ ഒരു നിക്ഷേപക സംഗമത്തിൽ വരുമ്പോൾ ഇതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ്, എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മുടെ ടൂറിസം സെക്ടറിന്? ഞാൻ ഇപ്പോൾ ഒരു 35 വർഷമായിട്ട് കേരളത്തിന് വെളിയിൽ ഗൾഫ് രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. പല പല മൾട്ടിനാഷണൽ കമ്പനികളുടെ ഗ്ലോബൽ ലീഡറായിട്ടും മിഡിൽ ഈസ്റ്റിലെ റീജിയണൽ ഹെഡായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ ഒത്തിരി രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഏകദേശം 80-90ഓളം രാജ്യങ്ങൾ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കാണുന്ന നല്ല നല്ല ലക്ഷറി റിസോർട്ട് കാണുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ വളരെ നല്ല, നമുക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നാച്ചുറലായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്ക് വയനാട്, ഇടുക്കി അങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇടത്ത് എന്തുകൊണ്ട് നമുക്കൊരു ലക്ഷറി റിസോർട്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാന്നൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെയാണ് ഞങ്ങളൊരു ഓൾമോസ്റ്റ് 8 വർഷത്തിന് മുമ്പ് വയനാട് ബാണാസുര സാഗർ ലേക്കിന് അടുത്തായിട്ട് ഞങ്ങളൊരു ദ സെറിനിറ്റി റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് തുടങ്ങുമ്പോൾ ഒരു നല്ലൊരു ഹൈ എൻഡ് ഒരു ലക്ഷറി റിസോർട്ട് കേരളത്തിൽ തുടങ്ങണം. നമ്മൾ വെളിയിൽ കാണുന്നുണ്ട്, ഞങ്ങൾ വെളിയിൽ യാത്രയൊക്കെ പോകുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരിച്ച് കാര്യം, ആൾക്കാരെല്ലാവരും ഇപ്പോൾ യാത്ര കഴിഞ്ഞ് പല ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിട്ട് പോകുമ്പോൾ അവർക്കൊക്കെ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാനായിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 6 വർഷമായിട്ട് ട്രിപ്പ് അഡ്വൈസറാണ് ഇന്ന് വേൾഡിലെ ബെസ്റ്റ് ട്രാവൽ അഡ്വൈസറി ഏജൻസി. അവരുടെ ബെസ്റ്റ് ട്രാവലേഴ്സ് ചോയ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അവാർഡ്സ് കഴിഞ്ഞ 6 വർഷവും കൺസിക്യൂട്ടീവായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് സെറിനിറ്റി റിസോർട്ട്. അപ്പം ഞങ്ങൾക്ക് വളരെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ഒത്തിരി സപ്പോർട്ട്. ഒരു പ്രാവശ്യം വന്നവർ തന്നെ പിന്നെയും വരുന്നുണ്ട്. പിന്നെ അവർ കൂടുതൽ നല്ല ആൾക്കാരുടെ നമ്മൾ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഞങ്ങളിതിൽ എക്സ്പാൻഷൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ ഈ ഒരു നിക്ഷേപക സംഗമത്തിൽ വന്നിട്ട് കൂടുതൽ നിക്ഷേപം കേരളത്തിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ധാരണാപത്രം ഏതെങ്കിലും തരത്തിൽ ഒരു ധാരണയായിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, കേരളത്തിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിച്ചത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ടാക്സ് പേയേഴ്സിൻ്റെ പൈസ വെച്ച് പഠിച്ച ഒരാളാണെന്ന് പറയാം. കാര്യം ഞങ്ങൾക്കൊന്നും ഫീസൊന്നും ഇല്ല. വളരെ ക്യാപിറ്റേഷൻ കൊടുക്കാതെ എഞ്ചിനീയറിംഗ് കോളേജിൽ കയറിയ ആളാണ്. ഫീസ് തന്നെ വളരെ തുച്ഛമായിരുന്നു. അതും സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്, അതും കൊടുത്തില്ല. അപ്പം ലിറ്ററലി ടാക്സ് പേയേഴ്സിൻ്റെ പൈസ കൊണ്ടാണ് ഞങ്ങളൊക്കെ പഠിച്ച് ഈ നിലയിലായത്. അപ്പോൾ എന്തെങ്കിലും തിരിച്ച് കേരളത്തിലോട്ട് ഈ ജനങ്ങൾക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ആ ഏരിയയിലുള്ള കുറച്ച് ട്രൈബലായിട്ടുള്ള ഏരിയ ആൾക്കാർക്ക് ഒത്തിരി പേർക്ക് ജോലി കൊടുക്കാൻ സാധിച്ചു. അപ്പം ബേസിക്കലി ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യണം. അപ്പം വളരെ അഭൂതപൂർവമായിട്ട് ഞങ്ങൾ എൻവയൺമെൻറ്റിനെ ടച്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ മലകളാണ്, ഒരു ബാണാസുര മലയിലാണ് ഞങ്ങളുടെ റിസോർട്ട്. അപ്പോൾ അതിനെ ടച്ച് ചെയ്യാതെ കുറച്ച് കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടി. പക്ഷേ അങ്ങനെ നമ്മൾ ടച്ച് ചെയ്തുകൊണ്ട് 2018 ഇപ്പോൾ വലിയ ഫ്ലഡും പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ നമ്മളെ എഫക്റ്റ് ചെയ്തില്ല. അപ്പോൾ ഈ വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ എൻവയൺമെൻറ്റിനെ അധികം ഡാമേജ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ടൂറിസം മേഖലയിൽ വളരെയധികം സാധ്യതയുള്ളതാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. പക്ഷേ ഈ ടൂറിസം സാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ വയനാട് പോലെയുള്ള ചില പരിസ്ഥിതി ലോല മേഖലയിൽ ടൂറിസം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് ഈ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതിയെ മുറിവേൽപ്പിക്കാതെ എങ്ങനെ നമുക്കൊരു വ്യവസായം വളർത്തിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഈ റിസോർട്ടുകൾ ആ ഒരു രീതിയിൽ തന്നെ അങ്ങ് ബ്രാൻഡ് ചെയ്യപ്പെടും, അതായത് പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തികളെന്ന്. അപ്പോൾ സെറിനിറ്റി റിസോർട്ട്സ് അത് എത്രത്തോളം അതിജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഇവിടെ വന്നതിന് ശേഷം അത്തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ അങ്ങ് കിട്ടിയിട്ടുണ്ട്? നമ്മളതാ പറഞ്ഞത്, എപ്പോഴും എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ, ഇത് കേരളം ഒന്നാമത് പോപ്പുലേഷൻ ഡെൻസിറ്റി കൊണ്ട് വളരെ കൂടിയൊരു സ്ഥലമാണ്. നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു കെമിക്കൽ കമ്പനിയോ ഇല്ലെങ്കിൽ ഒരു ഫെർട്ടിലൈസർ കമ്പനിയോ ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇതിനെ പറ്റി ഏറ്റവും ബെസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ടൂറിസമാണ്. ആ ടൂറിസത്തിലും നമ്മൾ എൻവയൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട്, അപ്പോൾ അതിലാണ് ഞങ്ങൾ സെറിനിറ്റി റിസോർട്ട് സക്സസ് ആയത്. ഞങ്ങൾ ആ ബാണാസുര ആ ഹില്ല് ഇടിച്ച് കളയാതെ ആ ഹില്ലിനോട് ചേർത്ത് വെച്ചിട്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടുതലാവും. ഞാനൊരു എഞ്ചിനീയറാണ്, അപ്പോൾ ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് സ്കിൽ യൂസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാം സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സപ്പോർട്ടോടുകൂടി ഞങ്ങളൊരു പരിസ്ഥിതി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യണം. ഒരു മരങ്ങൾ കൂടെ മുറിക്കാതെ. അപ്പോൾ വരുമ്പോഴത്തേക്കും അതിൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഈ ബേർഡ്സിൻ്റെ സൗണ്ടും ഈ ചിർപ്പിംഗ് സൗണ്ടും അല്ലാതെ വേറെ ഒന്നും കേൾക്കില്ല. ഒരു കാറിൻ്റെയോ ഓട്ടോമൊബൈലിൻ്റെ സൗണ്ടുകളൊന്നും വെളിയിൽ കേൾക്കില്ല. അവിടെ വരുന്നവർക്ക് കംപ്ലീറ്റ്ലി റിലാക്സിങ് എന്നുള്ള നിലയിലാണ്. അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വയനാട്, അൺഫോർച്ചുനേറ്റ്ലി നമുക്കറിയാമല്ലോ, അത് വയനാട് എന്ന് പറഞ്ഞൊരു വലിയ ജില്ലയാണ്. ആ വയനാട് വലിയ ജില്ലയിൽ 2-3 വാർഡിലാണ്, അതിൻ്റെ ആ ഭാഗത്തിലാണ് അത്ര ഒരു പ്രശ്നം ഉണ്ടായിരിക്കേണ്ടത്. പക്ഷേ അത് കാരണം കംപ്ലീറ്റ് വയനാടിൽ പ്രശ്നമാണെന്നുള്ള നിലയിൽ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് നമുക്ക് വളരെ സങ്കടം പറഞ്ഞ ഒരു നിലയിൽ ഒരു 150-250ഓളം ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷേ
അതിലും ഭയങ്കരമായിട്ട് ഏകദേശം അതിൻ്റെ കണക്കനുസരിച്ചിട്ട് ഓൾമോസ്റ്റ് 2 ലക്ഷത്തി ചില്ലുവാനും ആൾക്കാരാണ് ടൂറിസത്തിനോട് റിലേറ്റഡ് ആയിട്ട് അവിടെ നിൽക്കുന്നത്. ഇവരെല്ലാം ചെറിയ ചെറിയ ഒരു ഓട്ടോറിക്ഷ ഓട്ടിക്കുന്നവർ, ജീപ്പ് ഓട്ടിക്കുന്നവർ, അമ്മ മെസ്സ് നടത്തുന്നവർ, ചെറിയ വീട്ടിലെ ഒരു കുടുംബിനികൾ അവർ അമ്മ മെസ്സ് നടത്തും. അതുപോലെ ചെറിയ ചെറിയ കടകൾ നടത്തും. അവിടെയാണ് നമ്മൾ ഈ ഉപ്പ് മാങ്ങ അല്ലെങ്കിൽ സ്വീറ്റ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യണത്. അപ്പോൾ അങ്ങനെയുള്ള ഇവരാണ് ശരിക്കും പറഞ്ഞാൽ എഫക്റ്റ് ചെയ്തത്. ഓൾമോസ്റ്റ് 2 ലക്ഷത്തോളം പേര്. നമ്മൾ തിരിച്ച് വയനാട് ടൂറിസത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. വയനാട്ടിൽ ടൂറിസ്റ്റ് വരണം. കാര്യം ഇത് വയനാട് സേഫാണ്. ഞാൻ വളരെ ഈ നടന്ന സമയത്തൊക്കെ അവിടെ പോയിട്ടുള്ള ആളാണ്. ഒരു ചെറിയ ഏരിയയിൽ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ ഈ വലിയൊരു ശതമാനം സ്ഥലം വയനാട്ടിൽ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. തിരിച്ച് എൻ്റെ വയനാട് ഞങ്ങളുടെ സെറീനിറ്റി റിസോർട്ടിനെ ഒന്നും ബാധിച്ചിട്ടില്ല. അത് ബിക്കോസ് ഞങ്ങൾ പരിസ്ഥിതിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങ് പറഞ്ഞ പോലെ തന്നെ വയനാടിനെ വീണ്ടും ആ ബാക്ക് ടു ടൂറിസം ഡെസ്റ്റിനേഷൻ ഒട്ടും പേടിയില്ലാതെ ആൾക്കാർക്ക് വരികയും ഒപ്പം തന്നെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള അമ്മമാരടക്കമുള്ളവർക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഒരു വരുമാനം ഉറപ്പാക്കുകയും ചെയ്ത. അപ്പോൾ അത്തരത്തിൽ ഇനിയും ഈ പറയുന്ന പോലെ റീസ്ട്രക്ചറിങ് വയനാട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിഷൻ മനസ്സിലുണ്ടോ? അതിന് തീർച്ചയായിട്ടും ഗവൺമെൻറ് സൈഡിൽ നിന്നാണ് വരേണ്ടത്. കാര്യം ഒരു വലിയൊരു ഭീതി ജനങ്ങളിൽ പരത്തിയിരുന്നു. ഇപ്പോൾ വയനാട് ഡിസാസ്റ്റർ ഉണ്ടായി. ഞാൻ അതാ പറഞ്ഞത്, വളരെ കഷ്ടമാണ്. 250 പേര് നമ്മുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സുമാണ് അവരുടെ ജീവൻ പോയത്. അതിലൊത്തിരി സങ്കടമുണ്ട്. പക്ഷേ അതിലും ഏറ്റവും വലിയൊരു ഭൂരിപക്ഷം 2 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ ടൂറിസവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നവരാണ്. അതും വളരെ ചെറിയ ചെറിയ പാവപ്പെട്ട കുടുംബങ്ങളിലവരാണ് നിൽക്കുന്നത്. റിസോർട്ട് ഓണേഴ്സും അവർക്കൊന്നും ഇവരൊന്നും ബാധിക്കില്ല. കാര്യം മാക്സിമം ഒരു റിസോർട്ട് അടച്ചിടാൻ വരും. പക്ഷേ ഈ ടൂറിസം മേഖല നിന്ന് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് എഫക്റ്റ് ആവുന്നത് വളരെ താഴെക്കട ഉള്ള ആൾക്കാരാണ്. ജീപ്പ് ഓട്ടിക്കുന്നവർ, ഓട്ടോ ഓട്ടിക്കുന്നവർ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ചെറിയ ചെറിയ കടകൾ വെച്ചുകൊണ്ടിരിക്കുന്നവർ, ചെറിയ ഹോം സ്റ്റേ, ഒത്തിരി ഹോം സ്റ്റേസ് ഉണ്ട്. അതായത് ഒരു വീട്ടുകാർ നടത്തുന്നത്. അവരുടെ എല്ലാം വരുമാനം ഇതാണ്. അവരുടെ എല്ലാം നമ്മൾ തിരിച്ച് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് വരണം. വയനാട് ടൂറിസം തിരിച്ച് വളരെ ശക്തിയായിട്ട് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ഗവൺമെൻറ് എല്ലാവിധ സഹായ സഹകരണവും തരണമെന്ന് തന്നെയാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശരി, തീർച്ചയായും ഇതും അതിനൊരു വേദിയാകട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് സർ. ഓൾ ദി ബെസ്റ്റ്.